കേണൽ ഡിന്നെ അങ്ങ് പറയാൻ തുടങ്ങി, പൂർത്തിയാക്കൂ. ഓക്കെ, ഞാൻ ഇത്രയേ ഉള്ളൂ. ശ്രീ സതീഷ് പറഞ്ഞത് അതിനകത്ത് അതായത് നേരത്തെ കോൺഗ്രസും CPM-കാരും ക്ഷേത്രത്തിലേക്ക് വരത്തില്ലായിരുന്നു. പിന്നീട് അവർക്ക് മനസ്സിലായി അത് വോട്ട് ബാങ്ക് ആയിട്ട് മാറുന്നെന്ന്. അപ്പം എനിക്ക് മനസ്സിലാവാത്തത് അത്രയും വോട്ട് ബാങ്ക് ആയിട്ട് മാറുന്നത് ഇന്ന് BJP ഇവിടെ കേരളത്തിൽ ഭരിച്ചാണല്ലോ. അപ്പം BJP അല്ലെങ്കിൽ സംഘത്തിന്റെ ആളുകളൊന്നും ഈ ക്ഷേത്രത്തിൽ പോകുന്നത് വോട്ടിനല്ല. അവര് പോകുന്നത് വിശ്വാസത്തിന് പുറത്താണ്, അവർ പോകുന്നത് സംസ്കാരത്തിന് പുറത്താണ്, അവർ പോകുന്നത് അവരുടെ ഈ ആചാര അനുഷ്ഠാനങ്ങൾ നിലനിൽക്കണം എന്നുള്ളതെന്ന് വെച്ചിട്ടാണ്. അല്ലാതെ അവിടെ പോയി വോട്ട് ബാങ്കിന് വേണ്ടി അല്ല പോകുന്നത്. പക്ഷെ CPM പോകുന്നതും പിന്നീട് ഇപ്പൊ കോൺഗ്രസിന്റെയും പറയുന്നത് അവർ പോകുന്നത് വോട്ട് ബാങ്ക് എന്നുള്ള ഒരു ഇതിലാണ്. അതാണ് വ്യത്യാസം. അപ്പൊ നമ്മുടെ വിശ്വാസം, ഞാൻ അതാണ് വളരെ കൃത്യമായിട്ട് ചോദിച്ചത്. അതായത് പാർത്ഥസാരഥി അമ്പലത്തിന് മുന്നിൽ ഭഗവാൻ കൃഷ്ണ തേരിൽ മുകളിൽ ആ പറക്കുന്ന ആ കൊടിയുടെ അതേ രൂപം പൂക്കൾ വെച്ച് താഴെ വന്ന എന്താണ് ആ ഭരണസമിതിക്ക് ശ്രീ അഡ്വക്കേറ്റ് സതീഷ് പറഞ്ഞ് ഞാൻ യോജിക്കുന്നു. ഹിന്ദുക്കളെല്ലാം ഒരുമിച്ച് നിൽക്കണം. എന്തിനാണ് അതിനെ എതിർക്കുന്നത്? ഓപ്പറേഷൻ സിന്ദൂർ നമ്മളെല്ലാവരുടെയും രാജ്യത്തിന്റെ കാര്യമാണ്. എന്തിനാണ് അതിനെ എതിർക്കുന്നത്? അങ്ങനെ എവിടുന്നാണ് അങ്ങ് പറഞ്ഞ് പോലീസ് വന്നത് പരാതിയാണ്. ആരാണ് പരാതി കൊടുത്തത്? ഭരണസമിതിയല്ലേ കൊടുത്തത്. എന്തിനാണ് പരാതി സമിതി കൊടുത്തത്? ഏതെങ്കിലും കൊടി കണ്ടോ അവിടെ? ഒരൊറ്റ കൊടിയില്ല. ആകെ 2 വിഷയമേ ഉള്ളൂ. ഒന്ന് ഓപ്പറേഷൻ സിന്ദൂർ, അതായിരുന്നു പ്രൈം വിഷയം. പക്ഷെ ഓപ്പറേഷൻ സിന്ദൂറിൽ തിരിച്ചടി കിട്ടുമെന്ന് കണ്ടപ്പോൾ വേറെ വിഷയത്തിലേക്ക് പോയി. അപ്പം അങ്ങ് പറഞ്ഞതിനകത്ത് ഞാൻ യോജിക്കുന്നു. ക്ഷേത്രങ്ങള് വിശ്വാസികൾക്ക് വേണ്ടി മാത്രമായിരിക്കണം. ക്ഷേത്രങ്ങള് രാഷ്ട്രീയം വരെ കൊണ്ടുവരരുത്. പക്ഷെ ഇപ്പം നടക്കുന്നത് ക്ഷേത്രത്തിലേക്ക് രാഷ്ട്രീയം കൊണ്ടുവരുന്നത് CPM ആണ് കൊണ്ടുവരുന്നത്. കാരണം അവർക്ക് ഒരു തോന്നലുണ്ട് അവരുടെ വോട്ട് പോകുന്നു എന്നുള്ളത്. അപ്പൊ അങ്ങ് തന്നെ പറഞ്ഞ പോലെ വോട്ട് ബാങ്കിന് വേണ്ടി ആണ് രാഷ്ട്രീയത്തിലേക്ക് വരുന്നത്. പക്ഷെ സംഘത്തിനെ സംബന്ധിച്ചാലും BJP അതല്ല. ഞങ്ങളെ പ്രധാനപ്പെട്ട കാര്യം വിശ്വാസമാണ്. ആ വോട്ടായിരുന്നെങ്കിൽ ഞങ്ങൾ നേരത്തെ ഇപ്പൊ ഇവിടെ കേരളം ഭരിച്ചാണല്ലോ, ഞങ്ങൾ ഭരിക്കുന്നില്ലല്ലോ. കാരണം അതല്ല ഞങ്ങളെ ഉദ്ദേശം. അത് അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ.